ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. നമ്മൾ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ മിസ്സിനെ ഇത് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ഓരോ ഫോളോ അപ്പ് ആണ് ഓരോരോ ക്ലാസ്സുകളിലും വരുന്നത്. പോയിന്റ്സ് അതായത് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു ഇത് കഴിഞ്ഞു പോയ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ദ മാലൈസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി. മാലൈസിന്റെ മലയാളം മീനിങ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. മാലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ്വാസ്ഥ്യം എന്നാ പറയുക അല്ലേ. അതായത് നമ്മൾ പറയും ദേഹാസ്വാസ്ഥ്യം എന്നൊക്കെ പറയില്ലേ. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വയ്യായികൊക്കെ വരുന്നതിനെയാണ് പനി അങ്ങനെ എന്തെങ്കിലും വരുന്നത് നമ്മൾ ദേഹാസ്വാസ്ഥ്യം എന്ന് പറയാം. അങ്ങനെ വരുന്ന ഒരു വേർഡാണ് മാലൈസ്. ദ മാലൈസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മനസ്സിലാക്കേണ്ടത്? എന്തോ നമ്മളെ ഇന്ത്യൻ സൊസൈറ്റിക്ക് മൊത്തം എന്താണ്, എന്തോ ഒരു കുറവുണ്ട്, എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നാണ്. അതാണ് ഇതിന്റെ പേര്. The malaise of Indian society. We shall discuss in this section some of the malaise affecting the Indian society. There is a maddening pursuit of accumulation of physical wealth and power and status which upholds spiritual development over pursuit, but its reality is become should at the page of scriptures and history. അതായത് history of declining the social environment conditions, unemployment and insecurity and crowded living conditions, number of broken relations and marriage, so many things in here. Okay, കുറേ കാര്യങ്ങളാണ് നമ്മുടെ എന്തിന് മാലൈസ് ചെയ്യാൻ കാരണം. അതായത് എന്തോ ഒരു അസ്വാസ്ഥ്യം, എന്തോ ഒരു പ്രശ്നങ്ങൾ നമുക്ക് വരാൻ കാരണമുള്ള പോയിന്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. മിസ് ഓരോന്നായിട്ട് പറയാൻ പോവാണ്. ദ ഫസ്റ്റ് ഈസ് പോവർട്ടി, അതായത് ദാരിദ്ര്യം. നെക്സ്റ്റ് ഈസ് പോവർട്ടി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചെയ്തത് ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ, അതായത് പോപ്പുലേഷൻ തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഓവർ ലിവിങ് കണ്ടീഷൻ, ക്രൗഡഡ് എന്ന് പറഞ്ഞാൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിന് ജീവിക്കാൻ എന്തില്ല, തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങൾ. അതായത് പോപ്പുലേഷൻ വർധനവ് കൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളിൽ നമ്മൾ പ്ലേസസിൽ അതിനകത്ത് നിൽക്കാൻ ഇടമില്ല അല്ലേ, സ്ഥലങ്ങളില്ല. അതൊരു പരിമിതി തന്നെയാണ്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ തന്നെയാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഫാമിലി കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഫാമിലി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എപ്പോഴും തർക്കങ്ങളും. ഒരു അതിര് കെട്ടിയാൽ അതിന് തർക്കം, ചിലപ്പോൾ സ്വന്തം റിലേഷൻ ആയിരിക്കും, ഫാമിലി കോൺഫ്ലിക്റ്റ്. അത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഫാമിലിയിൽ ആരെങ്കിലും ആയിട്ട് അതിർത്തി തർക്കം, അങ്ങനെ പല പ്രശ്നങ്ങളും വരും. നെക്സ്റ്റ് നെഗ്ലക്ട്സ് ആൻഡ് വയലൻസ്, അക്രമം. അപ്പോൾ അങ്ങനെ അതിർത്തി തർക്കത്തെ അവസാനം എവിടേക്ക് എത്തും? തല അടിച്ചു പൊട്ടിച്ചു, അച്ഛൻ മകനെ അടിച്ചു, അങ്ങനെ പല വാർത്തകളും ദിനംപ്രതി നമ്മൾ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും കണ്ടുവരുന്നതാണ്. അതുകൊണ്ട് എന്താണ് ഇതിലൊരു പോയിന്റാണ് എന്ത്? വയലൻസ്. ആൽക്കഹോളിസത്തിന് പിന്നെ കഥ നമ്മൾ പറയാതിരിക്കുക ഭേദം. ഈ ഒരു ഈ ലഹരീൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ്. കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ എപ്പോഴും വാട്സപ്പിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന ന്യൂസുകളാണ്. ഇപ്പോൾ നാക്കിൻ്റെ അടിയിൽ വെക്കുന്നതും മിഠായിൽ കൊടുക്കുന്നതും കുട്ടികൾക്ക് കൊടുക്കുന്നല്ലേ, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നവരെ പിടിച്ചെന്നും ലഹരി വിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് അതിൻ്റെ കാരിയറായിട്ട് പോകുന്നതും കുട്ടികൾ കൈമാറുന്നു. അങ്ങനെ പിന്നെ ലഹരി കൊടുത്തിട്ട് പലരെയും എന്ത് ചെയ്യുന്നു, പ്രണയത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രണയത്തിൽ പെൺകുട്ടികൾ അവർ പല യൂസ് ചെയ്യുന്നു, പെൺകുട്ടികൾ ഉപേക്ഷിക്കുന്നു, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ലഹരി കൊണ്ട് നമ്മുടെ ഈ ഒരു സമൂഹം നമ്മുടെ പുരാതനമായ സംസ്കാരത്തിൽ ഈ ഒരു വേർഡ് ഇല്ല. ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരു സമൂഹം നമുക്ക് പുരാതന കാലഘട്ടത്തിൽ, അതായത് ഒരു 70 കാലഘട്ടത്തിൽ അല്ലേ, 70 ഉള്ള കാലഘട്ടം, 1970 ആ ഒരു കാലഘട്ടത്തിൽ ഒന്നും എന്തില്ല, നമ്മുടെ ഈ ഒരു ലഹരീൻ്റെ പ്രശ്നങ്ങളും വയലൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഈയിടെയായിട്ട് ഏകദേശം ഒരു ഉണ്ട് എങ്കിലും ഇത്രയും വ്യാപകമായിട്ടില്ല. കാരണം ഡ്രഗ്സ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് കൂടുതൽ അക്രമങ്ങളിലേക്കും ന്യൂ ജനറേഷനൊക്കെ വഴി തെറ്റിപ്പോകുന്നതും. അച്ഛൻ അമ്മ ഫാമിലിയിലെ റിലേഷൻസ് ഇതൊക്കെ പറയുന്ന ഒന്നൊന്നിനോട് റിലേറ്റഡ് ആണ്. എന്താണ് ഫാമിലി കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അച്ഛൻ അമ്മയൊന്നും അറിയാതിരിക്കുമ്പോഴാണ്. അച്ഛൻ അമ്മ റിലേഷൻ കുറയാണ്, പിന്നെ ബന്ധങ്ങൾക്കൊന്നും അടിസ്ഥാനമില്ലാതെയാണ്, വിലയില്ലാതെയാണ്. സ്വന്തം കുഞ്ഞുങ്ങളൊക്കെ സ്വന്തം കാര്യങ്ങൾ അവർ തന്നെ തീരുമാനിക്കുന്നൊരു സമയം പോലെയാണ് ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ സംഭവം. ആൻഡ് റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ ഓഫ് എഡ്യൂക്കേഷൻ, അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഫ്ലിക്റ്റ് ആണ്. കുറേ ഘടകങ്ങളെ പറ്റി പറഞ്ഞു. അതിൽ then major factors ഏതൊക്കെ? നമ്മൾ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ ആൻഡ്
അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. തൊഴിലില്ലായ്മ വളരെ വലിയൊരു പ്രോബ്ലമാണ്. തൊഴിലില്ലായ്മ, ദെൻ മേജർ പ്രോബ്ലം ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഓവർ ക്രൗഡഡ് ലിവിങ് കണ്ടീഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ജോബ് ഇൻസെക്യൂരിറ്റി, ഇൻഇക്വാളിറ്റി, ജോബ് ഇൻസെക്യൂരിറ്റി, അതായത് ജോലി ഇല്ലാതെ ഇൻസെക്യൂരിറ്റി. ഒരു ജോബ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് സെക്യൂരിറ്റി ആയിട്ട് നിൽക്കാൻ പറ്റും, നമുക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും ജോബ് ഉണ്ടെങ്കിൽ. പക്ഷേ ജോബ് ഇല്ലെങ്കിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. നമുക്ക് കുടുംബത്തിനെ എങ്ങനെ നോക്കും, കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ ജോലി നിർബന്ധമാണ്. അപ്പോൾ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അതെന്താണ്? അതൊരു മാലൈസ് ആണ്. മാലൈസിന് അർത്ഥം നിങ്ങൾ മറന്നു, അത് ഹെഡിങ് ആയിട്ട് എക്സാമിന് വിച്ച് ആർ ദ മെയിൻ മാലൈസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഓക്കെ, ആ ക്വസ്റ്റ്യൻ മറക്കരുത്. വിച്ച് ആർ ദ മെയിൻ മാലൈസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. അപ്പം മിസ് പറഞ്ഞ ഈ ഒരു ഓരോന്ന് 1, 2, 3 എന്നിട്ട് പോയിന്റ് ബേസ് ആക്കി എഴുതണം. അതിലൊരു പോയിന്റാണ് ഇൻസെക്യൂരിറ്റി, ജോബ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഇൻഇക്വാളിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതിൽ അങ്ങനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള വേർഡ്സ് ആണ്. ഇതിൽ പറയുന്നത് എന്താ പറയുന്നത്? ഇൻഇക്വാളിറ്റി, അസമത്വം. സമത്വമല്ല, അസമത്വം, അതായത് സമത്വം ഇല്ലായ്മ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സമത്വം എന്നാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഇൻഇക്വാളിറ്റിയാണ്. സമത്വം ഇല്ലായ്മ, തുല്യരല്ലാന്ന്. ഞാൻ വലിയവനാണ്, നീ ചെറിയവനാണ്. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള അന്തരമാണ് ഇവിടെ ഇൻഇക്വാളിറ്റി. അതായത് കാസ്റ്റ് ആവാം. അതിന് കാരണം എന്താവാം? കാസ്റ്റ് ആവാം, റിലീജൻ ആവാം. ഒരുപക്ഷെ കറുത്തിട്ടുള്ള ആളാണെങ്കിൽ എന്നോ മൈൻഡ് ചെയ്യേണ്ട, വെളുത്ത സുന്ദരനായ ആൾക്കാർ, അങ്ങനെ നിറം കൊണ്ടും എല്ലാം കൊണ്ടും വ്യത്യാസം കാണുന്ന ഇൻഇക്വാളിറ്റി സമൂഹത്തിൽ എന്താണ്? മാലൈസ് ഓഫ് ദ സൊസൈറ്റിയാണ്. ദെൻ വാർസ്, യുദ്ധങ്ങൾ, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, അതായത് പ്രകൃതി ദുരന്തങ്ങൾ. നെക്സ്റ്റ് ദെൻ മാരേജസ്, അതായത് റിലേഷൻസ്, ബ്രോക്കൺ റിലേഷൻ ആൻഡ് ബ്രോക്കൺ മാരേജസ്. അതുവരെ നമ്മുടെ ഇതിൽ പറയുന്നത്. വേറെ ഒരു സബ്ജക്റ്റിൽ ഇത്രയും ഡീപ്പായിട്ട് നമുക്ക് പോയിന്റ്സ് പറയലില്ല, കാണലില്ല. നമ്മളെ നോട്ട്സിലും പോയിന്റ്സിലും കാണില്ല. പക്ഷെ ഇതിൽ നോക്കി ഡീപ്പ്, അതായത് പറയുന്നത് ശ്രദ്ധിച്ചോ? ബ്രോക്കൺ റിലേഷൻസ് ആൻഡ് ബ്രോക്കൺ മാരേജസ്, അല്ലേ? റിലേഷൻ ബ്രോക്കൺ ആയി പോകുന്നത്, അല്ലെങ്കിൽ പൊട്ടിത്തകർന്നു പോകുന്നത്. ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തകരുക. എന്താണ് ഇവിടെ? ഇപ്പോൾ കണ്ണാടിയോ അല്ലെ ചില്ലോ അല്ല പൊട്ടിത്തകരുന്നത്. എന്താണ്? ജീവിതങ്ങളാണ്, റിലേഷൻസ് ആണ്, മാരേജ് ആണ്. അതൊക്കെ പൊട്ടിത്തകർന്നു പോകുന്നതും മാലൈസ് ഇൻ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സവിശേഷതയാണ്, ഒരു പോയിന്റും കൂടിയാണത്. ആൻഡ് മാൻമെയ്ഡ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് വാർസ്, പിന്നെന്താ പറയുന്നത്? വയലൻസ് ആൻഡ് വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഏജ്ഡ്, അതായത് പ്രായം കൂടിയ ആളുകളോട് ചെയ്യുന്ന ക്രൂരതകൾ, പിന്നെ വുമൺസിനോട് ചെയ്യുന്ന ക്രൂരതകൾ, കുട്ടികളോട് ചെയ്യുന്ന ക്രൂരതകൾ. ഇതെല്ലാം എന്താണ്? മാലൈസ് ഓഫ് ദ സൊസൈറ്റിയാണ്. ഏജ്ഡ് പീപ്പിൾ, അതായത് പ്രായം കൂടിയവരോട് എന്ത് ചെയ്യുന്നു? എപ്പോഴും പ്രായം കൂടിയ ആളുകളോട് അപമര്യാദയായി പെരുമാറുന്നതും, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നതും, അവരെ നോക്കാതിരിക്കുന്നതും, കുട്ടികൾ അവരെ ഉപേക്ഷിക്കുന്നതും, അവർക്ക് ചിലവിനൊന്നും കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ഒറ്റയ്ക്ക് പാർപ്പിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇന്ന് നമ്മളും പ്രായമാവാനുള്ളവരാണ് എന്ന ചിന്തയില്ലാത്ത ജനറേഷനാണ് ഇപ്പോൾ. നമ്മുടെ സ്വന്തം കാര്യം എന്തായാലും പറയുക, അവനവന് മാത്രം മതി എന്നുള്ളത്, എന്താ പറയുക, സ്വാർത്ഥത എന്നൊക്കെ പറയും, അല്ലേ? ആ ഒരു ഈഗോ, ഒരു മറ്റുള്ളവർ നന്നാവുന്ന ഇഷ്ടമല്ല. ഇനിയിപ്പോൾ അച്ഛനമ്മയാണെങ്കിലും മൈൻഡ് ചെയ്യുന്നില്ല, അവർ പറഞ്ഞ ബഹുമാനം കൊടുക്കുന്നില്ല, അവർക്ക് തിരിച്ചെന്ത് കൊടുക്കുന്നില്ല, സ്നേഹം കൊടുക്കുന്നില്ല, ബഹുമാനം കൊടുക്കുന്നില്ല, അവരെ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളും ആര് നേരിടുന്നു? ഏജ്ഡ് പീപ്പിൾസ്. അപ്പോൾ അവരെ നോക്കാത്തതും കെയർ ചെയ്യാത്തതും ഇന്ത്യയിലെ ഒരു മാലൈസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പല കോഴ്സുകളിലും നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് പോവാറില്ല. നമ്മുടെ ഈ ഒരു പോയിന്റ് നമുക്ക് സുഖമായിട്ട് എഴുതാം. ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ബ്രോക്കൺ മാരേജസും ബ്രോക്കൺ റിലേഷൻസും വയലൻസ്, ഇൻഇക്വാളിറ്റി, ദെൻ പിന്നെ വേറെന്താ പറഞ്ഞത്, അങ്ങനെ ലാക്ക് ഓഫ് ലവ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ദെൻ നെഗ്ലക്റ്റ് ആൻഡ് വയലൻറ്റ് നെഗ്ലക്ട്സ്, അതായത് ഫാമിലി കോൺഫ്ലിക്റ്റ് ആൻഡ് പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻസെക്യൂരിറ്റി, ജോബ്. Then can be some of the reasons. This is our reason to our society in their own, from their starting issue circle. This is the issues of our society. ഇത്രയും ഇഷ്യൂസ്, these are the main issue our society, അല്ലെങ്കിൽ these are the main factors in malais in society. ഓക്കെ, ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങളും പ്രോബ്ലംസുകളും മാലൈസ് മീൻ അസ്വാസ്യം, അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നമുക്ക് കവർ ചെയ്യാനുള്ളത് റിലേഷൻ ബിറ്റ്വീൻ ദ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ. ഓക്കെ, റിലേഷൻ ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് വാല്യൂ എഡ്യൂക്കേഷൻ, അതായത് സാധാ നോർമൽ എഡ്യൂക്കേഷൻ വാല്യൂ എഡ്യൂക്കേഷൻ തമ്മിൽ എന്താണ് ബന്ധം?
ഓക്കെ. എന്താണ്? ഇഫ് വി അറ്റംപ്റ്റ് ദ അനലൈസ് ഓഫ് കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് കൈൻഡ് ഓഫ് ബിഹേവിയർ മോഡിഫിക്കേഷൻ ഇൻ suppose bring an almost automatic and that value of education is more so moral education. Okay, conditional concept of education without inclusion of this essential component, aim of the imparting of education, which is mainly develop good human beings, will be fulfilled. No individual, അതായത് എങ്ങനെ നോക്കിയാലും ഒരു വ്യക്തി ഫുൾഫിൽ ആവുന്നത്, എല്ലാം തികഞ്ഞ നല്ലൊരു ഗുഡ് പേഴ്സണാലിറ്റി വരുന്നത് എല്ലാം ഉൾക്കൊള്ളുമ്പോഴാണ്. അല്ലാതെ എഡ്യൂക്കേഷൻ മാത്രം റിലേറ്റഡ് ആണ് ചോദിക്കുന്നത്. എഡ്യൂക്കേഷൻ മാത്രം ഉള്ളതുകൊണ്ട് എന്തല്ല ഒരു വ്യക്തി എന്തല്ല കറക്റ്റ് ഫുൾഫിൽ ആയ എല്ലാ ഗുഡ് മാനേഴ്സും ഉള്ള ഒരു വ്യക്തിയായിരുന്നു നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വ്യക്തി അതായത് ഭയങ്കര എഡ്യൂക്കേഷനാണ്, ഭയങ്കര സംഭവമാണ്, പക്ഷെ നേരെ അയാൾക്ക് അയാളുടെ കുടുംബം മാത്രം നോക്കുക. ഒരു മുന്നിൽ ഒരു ആക്സിഡൻറ്റ് കണ്ടാൽ പോലും നിർത്തി തന്നെ വണ്ടി കയറ്റി കൊണ്ടുപോയോ, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ നേരെ പെട്ടെന്ന് ആരും ഒരു മൈൻഡ് ചെയ്യാതെ ഫുൾ ബിസി ലൈഫ്, ആരും സ്വന്തം കാര്യം മാത്രം നോക്കുക. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയിട്ട് നടന്നിട്ട് എന്തില്ല ഒരു കാര്യമില്ല. നമ്മുടെ സൊസൈറ്റിയോട് നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളും ചില കടമകളുണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യണം. എന്തല്ല എപ്പോഴും നമ്മൾ എന്തായിട്ട് സൊസൈറ്റിയെ ഒരു ഉത്തരവാദിത്തം കടമ. ജസ്റ്റ് മിസ്സിനുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ ഇതിൽ മിസ്സിന് ഓർമ്മ വരുന്നത്. മിസ്സിൻ്റെ BEd സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊഫഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇടയ്ക്ക് വാല്യൂ ചെയ്യാൻ പോകേണ്ടി വരും. അങ്ങനെ പോയി വരുമ്പോൾ ഒരു ദിവസം ബസ് എന്നുള്ളൊരു അനുഭവമാണ്. മിസ്സിനെ തൊട്ടടുത്തൊരു കുട്ടിയെ ഇങ്ങനെ എവിടെ എന്താണെന്ന് പറയുന്നില്ല, ഒരു കണ്ടക്ടർ ഇങ്ങനെ ബാഡ് ടച്ച് ചെയ്യുന്നു കണ്ടു. പക്ഷെ അത് കാണുമ്പോൾ ബസ്സിൽ നിന്ന് പെട്ടെന്ന് ആരും റിയാക്ട് ചെയ്യുന്നില്ല. ഈ കുട്ടി അനുഭവിക്കുന്നത് തൊട്ട മുന്നിലായതുകൊണ്ട് മിസ് എന്ത് ചെയ്തു, മിസ്സും കാണുന്നുണ്ട്, ആരും റിയാക്ട് ചെയ്യുന്നില്ല. വീണ്ടും പെട്ടെന്ന് നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് കാണാതിരിക്കും. പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ സൊസൈറ്റി നമ്മളെ കൂടെ നിൽക്കുക, അതും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുണ്ട്. അപ്പോൾ അതിലൊക്കെ എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്, എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്ക് നോർമൽ ഒരു ബസ്സിൽ അങ്ങനെ സാധാരണ യാത്രക്കാരുണ്ട്. അപ്പോൾ ആ കുട്ടിയെ മിസ് എന്ത് ചെയ്തു, 2-3 പ്രാവശ്യം മിസ്സിന് മുന്നിൽ തൊട്ടടുത്ത് നടക്കുന്നതായതുകൊണ്ട് മിസ് അത് റിയാക്ട് ചെയ്തു. മീൻസ് ആ ഒരു കണ്ടക്ടർക്ക് മിസ് ജസ്റ്റ് കണ്ടക്ടർ ഒന്ന് അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പ്രശ്നമായി, ബസ് അവിടെ നിർത്തിയിട്ടു, അങ്ങനെ പ്രശ്നങ്ങളായി ചോദ്യം ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓപ്പൺ ആയിട്ട് ഞാൻ മാത്രമാണ് അവിടെ വോയിസ് പറഞ്ഞത്. കാരണം എല്ലാവരും നോക്കി നിൽക്കുക. പിന്നെ പുറത്ത് ബസ് നിർത്തിയപ്പോൾ ആൾക്കാർ കൂടിയപ്പോഴാണ് ആളുകൾ വോയിസ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാനിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് ഇളകി. കാരണം അവൻ ചെയ്ത ആ ഒരു പ്രവൃത്തി അത്രക്കും ഒരു എന്താ പറയുക, ആ കുട്ടിയെ ഹരാസ് ചെയ്തു, ബോഡി ബാഡ് ടച്ച് ചെയ്ത് ഹരാസ് ചെയ്തപ്പോൾ ആ കുട്ടി അനുഭവിച്ച മനോവിഷമവും കാര്യങ്ങളൊക്കെ നമുക്ക് മക്കളുള്ളതല്ലേ, നമ്മൾ റിയാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ ആരും ഉപദ്രവിക്കരുന്ന് എഴുതി തന്നാൽ മാത്രം കേസ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടി വിടാൻ. കാരണം നമ്മളൊന്നും ഉണ്ടായിട്ടൊന്നല്ല, ആ ധൈര്യത്തിൽ നമ്മൾ നിൽക്കാന്നുള്ളൂ. നിൽക്കണമല്ലോ, നമ്മളെ സൊസൈറ്റി അങ്ങനെ ആയതുകൊണ്ട്. ആ സൊസൈറ്റിയിൽ നമ്മൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് യാത്ര ചെയ്യണം. അപ്പോൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ ആ ചെക്കൻ അതായത് കണ്ടക്ടർ എന്നോട് പറഞ്ഞു ഇനി ഞാൻ ജീവിതത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ അത് നമ്മുടെ സ്വഭാവശുദ്ധി, മൊറാലിറ്റി വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. ഒരു പേഴ്സൺ അവനവൻ്റെ ഹോമിൽ നിന്ന് കിട്ടുന്ന കൾച്ചറാണ്. ആ കൾച്ചർ ഇല്ലെങ്കിൽ ആ മിസ്സിൻ്റെ അനുഭവത്തിൽ മിസ്സ് പറയുന്ന മൊറാലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകം തന്നെയാണ്. ആ കുട്ടി അനുഭവിക്കേണ്ടി വന്ന ആ ഒരു വിഷമത്തിൽ മിസ്സ്, അതായത് നിങ്ങൾ ക്ലാസ് എടുത്തിരിക്കുന്നത് ഞാൻ അതിൽ ഉൾപ്പെട്ടതെങ്കിലും കൂടി അത് ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിടേണ്ടതായിരുന്നു. അത് പെട്ടെന്ന് പണിഷ്മെൻറ്റ് കൊടുക്കാൻ നമ്മളാരുമല്ല. എങ്കിലും സൊസൈറ്റിയിൽ കാണുന്ന ഇത്തരം കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കാണാതെ പോവരുന്നുള്ളൊരു ചെറിയൊരു മെസ്സേജും കൂടി ഒരു ക്ലാസ്സിൽ മിസ്സ് നിങ്ങൾക്ക് തരികയാണ്. കാരണം നമ്മൾ ഈ പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മാത്രം മൊറാലിറ്റി അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, ഡെമോക്രസി ഇമ്പോർട്ടൻ്റ് ആണ്, ഈക്വാലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോസ് ഒക്കെ നമ്മൾ അനുസരിക്കണം. ഒക്കെ പഠിച്ചിരിക്കുക മാത്രമല്ല, ക്ലാസ് കേൾക്കുന്ന നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ കൂടി ശ്രമിക്കണം. കാരണം നമ്മൾ പഠിച്ച് പാസ്സായി എഡ്യൂക്കേഷനായി പ്രൊഫസറായി നിങ്ങൾ ഭാവിയിലേക്ക് എല്ലാ ആശംസകളും മിസ് നേരുന്നു. അതല്ല, അതിന് പുറമെ പറയുന്ന ചില കാര്യങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. കാരണം അത് കാണുമ്പോൾ നമ്മൾ സൊസൈറ്റിയിലേക്ക് നമുക്കൊരു കടമയും ഉത്തരവാദിത്വം ഉണ്ടെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ.